ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡേയ്സ് ഇൻ മൈ ലൈഫാണ്. ക്രിസ്മസ് വെക്കേഷൻ ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത കുറച്ച് ഡേയ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ പള്ളി കാണുമ്പോൾ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇത് പുത്തൻപള്ളിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്രിസ്മസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ കടകളിങ്ങനെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. കുറേ കടകളിൽ നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ക്രിസ്മസിൻ്റെ തലേന്നാണ് നമ്മളിതൊക്കെ കാണാൻ വേണ്ടി വന്നത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ. അവിടുത്തെ ഡെക്കറേഷൻസ് ആണെങ്കിലും എല്ലാം കുറച്ചും കൂടി നേരത്തെ വരണമെന്ന് തോന്നി. നമുക്ക് ക്രിസ്മസിൻ്റെ തലേന്നായി പോയി നമ്മൾ വന്നത്, പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു കുറേ സ്റ്റാറൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഭംഗി നമ്മളിങ്ങനെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രയായാലും കിട്ടില്ല. പിന്നെ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ അനിയത്തിയാണ്. ഞാനിങ്ങനെ ക്യാമറയായിട്ട് ഇങ്ങനെ ഷൂട്ടിങ്ങൊക്കെ എനിക്ക് കുറച്ച് മടി അങ്ങനെയൊക്കെ എടുക്കാൻ. പിന്നെ അവൾ എനിക്കിതൊക്കെ എടുത്തുന്നത്. പിന്നെ രാത്രി ആകുമ്പോഴേക്കും നല്ല അടിപൊളി വൈബായിരുന്നു. ക്രിസ്മസ് ആയിട്ട് അടിപൊളിയായിരുന്നു. ക്രിസ്മസിൻ്റെ തലേന്നാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഹാഫ് പ്രൈസിന് കൊടുത്തു തുടങ്ങി. കാരണം ക്രിസ്മസ് ആയല്ലോ, നെക്സ്റ്റ് ഡേ ക്രിസ്മസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ക്രിസ്മസ് വ്രത്തൊക്കെ വാങ്ങിച്ചു. 300 രൂപയ്ക്ക് നമുക്ക് ഇത്രയും വലിയൊരു ക്രിസ്മസ് വ്രത്ത് കിട്ടിയിട്ടാണ്. നമ്മളത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് നമ്മൾ ആകാശപാത കയറിപ്പോയി നമ്മൾ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇതൊരു തൃശ്ശൂർ ടൗൺ ടൂറായി മാറുന്നുണ്ടോ എന്നൊരു സംശയം. മൊത്തം തൃശ്ശൂർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ നടത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആകാശപാതയിൽ AC കൊള്ളാൻ അടിപൊളിയാട്ടാം. കുറച്ച് സമയം ഇങ്ങനെ അവിടെ നിന്നു, കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ സ്റ്റില്ലായിട്ട് നിന്നത്. കുറച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവൾ വീഡിയോ ആയിട്ട് എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ. പിന്നെ നമ്മൾ അധികം നേരമൊന്നും അവിടെ നിന്നിട്ടില്ല. നമുക്ക് ബസ് കിട്ടാനുള്ളതുകൊണ്ട് നമ്മൾ വേഗം തന്നെ നടക്കുകയാണ്. ഒരു 7 മണി 7:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറിയ ബസ്സിലാണെങ്കിൽ മൊത്തത്തിലൊരു DJ സെറ്റപ്പായിരുന്നു. ടൂറിസ്റ്റ് ബസ്സിൽ കയറിയ പോലെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ബസ്സിൽ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വരുന്ന വഴി കുറച്ച് സ്വീറ്റ് ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. കുറേ നടന്ന് നമ്മൾ ക്ഷീണിച്ച് വന്നിട്ട് ഈ സ്വീറ്റ് ബണ്ണൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു. ആ ബണ്ണ് പോയത് എവിടേക്കാണെന്നറിയില്ല. അങ്ങനെ ഇതിപ്പോൾ വീട്ടിലെത്തി ആ ദിവസം കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേ ക്രിസ്മസ് ആണ്. നമ്മൾ ക്രിസ്മസ് ഒരു കേക്ക് മുറിച്ചു. ഇത് പൈനാപ്പിൾ ഫ്ലേവറിലുള്ളൊരു കേക്കാട്ടാ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല കേക്കായിരുന്നു. ഇരുപത്തഞ്ചാം തീയതി പിന്നെ കേക്ക് മാത്രം ഷൂട്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര തിരക്കായി പോയതുകൊണ്ടല്ല, ഫുഡ് അടി ആയിരുന്നു മെയിൻ. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്നു പോകും. അങ്ങനെ ഇന്നും സംഭവിച്ചു. അതുകൊണ്ട് ഫുഡൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. 25-ാം തീയതി മെയിൻ പണി TV കാണാൻ, ഫുഡ് കഴിക്കുക, കേക്ക് കഴിക്കുക, അതൊക്കെയാണ്. അങ്ങനെ പിന്നെ കേക്ക് എൻ്റെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ രാത്രി ഞങ്ങൾ ഇങ്ങനെ
കപ്പ ബിരിയാണി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നൈസ് പത്തിരിയും ചിക്കൻ കറിയൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ കപ്പ ബിരിയാണി എന്നൊക്കെ നമ്മൾ പറയുന്നത്. കപ്പയും ബീഫും മിക്സ് ചെയ്തതാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. പിന്നെ ഫുഡൊക്കെ അടിച്ചിരുന്നിട്ട് കാര്യമില്ല, കുറേ അസൈൻമെൻറ്റ് എനിക്ക് എഴുതാനുണ്ടെന്ന് എനിക്ക് ആ രാത്രിയാണ് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഞാൻ അസൈൻമെൻറ്റ് എഴുതാൻ തുടങ്ങി.